സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം സംഭവിച്ചു. ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത്. രാഹുൽ ഉണ്ട്. രാഹുൽ, ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നില്ലേ? ആരോഗ്യസ്ഥിതി അതീവ മോശമായിരുന്നു. ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ ഈ മരണത്തിൽ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. 59 വയസ്സുകാരനാണ് മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശിയായ റഹീമ. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതായത് വീട്ടിൽ നിന്ന് മാറി അല്ലെങ്കിൽ അകന്ന് താമസിക്കുന്നയാളാണ്. കോഴിക്കോട് തന്നെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വളണ്ടിയർമാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കാനുണ്ടായത്. അത്രയും ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായാണ് തുടർന്നിരുന്നത്. അതായത് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഇരിക്കെ 1.5 മാസത്തിനിടെ 7 മരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 9 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലും അതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായാണ് ഇത്രയും ആളുകൾ ചികിത്സയിലുള്ളത്. ഈ 1.5 മാസത്തിനിടെ 7 മരണം എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം അത്രയും മരണം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുണ്ടായിട്ടില്ല എന്നാണ് ഏതായാലും പറയുന്നത്. ഇയാൾ വീട്ടിൽ നിന്ന് മാറി അങ്ങനെ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് എവിടെ നിന്നാണ് അസുഖം ബാധിച്ചത് എന്നുള്ള ഉറവിടം കണ്ടെത്തുക വളരെ പ്രയാസമാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 11 പേരിന് ഉൾപ്പെടെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു എന്നുള്ളത് കാര്യം കൂടി ഏറെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. പ്രധാനപ്പെട്ട കാര്യം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ്. ശരി, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം വർദ്ധിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ചാവക്കാട് സ്വദേശി റഹീമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. രാഹുൽ ആണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്.